ആ പണക്കിഴി അങ്ങോട്ട് എടുത്തു, അകത്തേക്ക് ചെന്നു, അറയിൽ ചെന്നു, ഈ ജാളിക അങ്ങോട്ട് അകത്ത് വെച്ചു. കൃഷ്ണപിള്ളയുടെ പണ്ടം കൊണ്ടുവന്നു, മുറ്റത്തേക്ക് വന്നു അപ്പു നായരുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അപ്പു നായർ പണ്ടവും വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്കും പോയി. കൃഷ്ണപിള്ളയ്ക്ക് കൊടുക്കാനാണല്ലോ പോണത്. അങ്ങനെ പോയി. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണപിള്ള വന്നു. കടം മേടിച്ചു കൊണ്ടുപോയ 1000 രൂപയും അതിൻ്റെ പലിശയും കൊണ്ടുവന്നു. അപ്പു നായർ അത് വാങ്ങി എണ്ണി തിട്ടപ്പെടുത്തി അറയിൽ ചെന്നിട്ട് പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഒരു പുതിയ ജാളിക പണക്കിഴി അതിലിരിക്കുന്നു. എന്താന്ന് മനസ്സിലായില്ല. ആദ്യം കൃഷ്ണപിള്ളയുടെ പണ്ടം കൊടുത്ത് വിടാം, എന്നിട്ട് നോക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അയാളുടെ പണ്ടത്തിനായി നോക്കിയപ്പോൾ എന്താ, കൃഷ്ണപിള്ളയുടെ പണ്ടം കാണാനില്ല. അപ്പോൾ ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഇതിലിരുന്ന പണ്ടം എവിടെ കൃഷ്ണപിള്ളയുടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതല്ലേ ഇന്നാളൊരു ദിവസം നിങ്ങൾ കുളിക്കാൻ പോയി നിൽക്കുന്ന പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് മേടിച്ചു കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പു നായർ ചോദിച്ചു, ഞാനോ, ഇത് എപ്പോൾ ഉണ്ടായേ ഒരു 10-15 ദിവസം മുമ്പ് ഒരു ജാളിയെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരുകയും ചെയ്തു. അതകത്ത് വെച്ചിട്ട് കൃഷ്ണപിള്ളയുടെ പണ്ടം എടുത്ത് തരാൻ പറയുകയും ചെയ്തു. അപ്പോൾ വേഗം ഇത് ചെയ്തെന്ന് വെച്ചാൽ ഈ പുതിയ ജാളിയെ അവിടെ കണ്ടത് എടുത്ത് പുറത്തേക്ക് വന്ന് രണ്ടാളും കൂടെ തുറന്നു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ കരിങ്കൽ ചീളായിരുന്നു. അത് കണ്ടതും അപ്പു നായരുടെ ബോധം പോയി, ഭാര്യയുടെയും ബോധം പോയി. ജോലിക്കാരികളൊക്കെ വന്ന് വെള്ളമൊക്കെ തളിച്ചു. എന്നിട്ട് ഈ അപ്പു നായർ ഒരുവിധം എണീറ്റ് ഇങ്ങനെ ഇരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടിയും കിട്ടണില്ലല്ലോ എന്നുള്ള മട്ടിൽ മൂപ്പര് വേഗം കൃഷ്ണപിള്ളയോട് പറഞ്ഞു കാര്യങ്ങൾ. എനിക്കിപ്പോൾ അത് തിരിച്ചു തരാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ പണ്ടത്തിൻ്റെ വില തരാം, അല്ലെങ്കിൽ അതേപോലത്തെ പണ്ടങ്ങൾ ഞാൻ പണിയിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞു, പണ്ടായിട്ട് തരാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പണ്ടങ്ങൾ തന്നെ വേണം, അപ്പം അത് നടപ്പില്ല, അതുകൊണ്ട് അതിൻ്റെ വില തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എത്ര ഉറുപ്പിയുടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. 2000 ഉറുപ്പിയുടെ പണ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അപ്പു നായർ എന്ത് ചെയ്തു വെച്ചാൽ അത്രയും പണം ഇല്ല കയ്യിൽ, 1000 രൂപയെ കയ്യിലുള്ളൂ. അപ്പം 1000 രൂപ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് കൂടാതെ ഉള്ള ആ 1000 രൂപയ്ക്ക് ഒരു പ്രമാണം എഴുതി. എന്നിട്ട് പറഞ്ഞു, 30 ദിവസത്തിനകം ഞാനിത് മടക്കി തരാം. അങ്ങനെയാണ് പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. കൃഷ്ണപിള്ള പുറത്തേക്ക് പോയി ഉടനെയാണ് നമ്മുടെ കൊച്ചുണ്ണിയുടെ വരവ്. കൊച്ചുണ്ണി വരുമ്പോൾ അപ്പു നായർ ഇങ്ങനെ തലയും കുനിച്ചിരിക്കുക. അപ്പോൾ കൊച്ചുണ്ണി ചിരി അടക്കിക്കൊണ്ട് ചോദിക്കുക, എന്താ രണ്ടുപേരും വല്ലാതിരിക്കണ്ടല്ലോ മുഖമൊക്കെ. അപ്പു നായർ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഭാര്യ അവിടെ ഉണ്ടായ സകല സംഗതികളും പറഞ്ഞു. അപ്പോഴേക്കും കൊച്ചുണ്ണി പറഞ്ഞു, കഷ്ടം, ഇത് വലിയ കുറച്ചിലായി പോയിട്ടോ. ഒരെങ്ങനെ പണിഞ്ഞാലും കൊണ്ടുപോകേണ്ടവൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കൊച്ചുണ്ണിക്ക് വല്ലതും വേണം എന്നുണ്ടെങ്കിലേ പുര കുത്തിപ്പൊളിക്കുകയും ഒന്നും വേണ്ട. കൊച്ചുണ്ണി പുറത്ത് നിന്നാലും അകത്തുള്ള സാധനം പുറത്തു വരും. ഇതാ കൃഷ്ണപിള്ളയുടെ പണ്ടങ്ങൾ എല്ലാം ഇല്ലേന്ന് നോക്കൂ, എനിക്കിതിലൊന്നും വേണ്ട. പക്ഷെ ഇനിയെങ്കിലും അവിടുന്ന് മുമ്പ് പറഞ്ഞ പോലെ ഊറ്റമൊന്നും പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പണ്ടങ്ങളൊക്കെ അപ്പുനായരുടെ മുമ്പിൽ വെച്ചിട്ട് കൊച്ചുണ്ണി ഇറങ്ങിപ്പോയി. അപ്പുനായരുടെ മുഖം കൂടെ വിളറി വെളുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ആൾമാറാട്ട വിദ്യയിലും കൊച്ചുണ്ണി അദ്വിതീയനായിരുന്നു എന്ന് മനസ്സിലാക്കാം.